ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിൻ്റെ മാംഗോ സിറ്റിയായ മുതലമടയിലേക്കാണ്. മുതലമടയിലെ റെയിൽവേ സ്റ്റേഷൻ കാണാനായാണ് ഇന്ന് നമ്മൾ പോകുന്നത്. യാത്രയുടെ തുടക്കം തന്നെ മനോഹരമായൊരു കാഴ്ച കാണാൻ പറ്റി. കാളവണ്ടിയിൽ കുറച്ചുപേര് പോകുന്നത് കാണാൻ കഴിഞ്ഞു. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം തെങ്ങുകളും മാവിൻ തോട്ടങ്ങളും കാണാൻ കഴിയും. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. മുതലമട ടൗണിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 കിലോമീറ്ററോളം റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ കാണുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷനുകളിലൊന്ന്, മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്ന വഴിയിലൂടെ വേണം സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. സാധാരണഗതിയിൽ കാണുന്ന തിരക്കോ ബഹളമോ ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയില്ല. രണ്ട് ട്രെയിനുകൾ മാത്രമാണ് മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിർത്താറുള്ളത്. വളരെ ചുരുക്കം ട്രെയിനുകൾ മാത്രമാണ് ഇതുവഴി സർവീസും ഉള്ളത്. എന്നാൽ മലയാള സിനിമയുടെ സ്ഥിരം ലൊക്കേഷൻ കൂടിയാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. തൂങ്ങിക്കിടക്കുന്ന ഈ അരയാൽ വള്ളികൾ കാണാൻ തന്നെ അതിമനോഹരമായൊരു കാഴ്ചയാണ്. കേരളത്തിൽ മറ്റൊരു സ്റ്റേഷനും ഇല്ലാത്ത ഗ്രാമീണ ഭംഗിയാണ് മുതലമടയ്ക്കുള്ളത്. മോഹൻലാലിൻ്റെയും ശിവാജി ഗണേശൻ്റെയും ഒരു യാത്രാമൊഴി, മമ്മൂട്ടിയുടെ മേഘം, ദിലീപിൻ്റെ വെട്ടം, പൃഥ്വിരാജിൻ്റെ ആടുജീവിതം തുടങ്ങിയ മലയാള സിനിമകളുടെ സ്ഥിരം ലൊക്കേഷൻ കൂടിയാണ് മുതലമട. നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ വീണ്ടെടുക്കാനും പുതിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും യാത്രകൾ തുടരുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.